തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സണായി മുസ്ലിം ലീഗിലെ പി.കെ. സുബൈറിനെ തെരഞ്ഞെടുത്തു. 17 വോട്ടുകൾ നേടിയാണ് സുബൈർ തെരഞ്ഞെടുക്കപ്പെട്ടത്. വെള്ളിയാഴ്ച രാവിലെ 10:30ഓടെ വരണാധികാരി ഭൂജലവകുപ്പ് ജില്ലാ ഓഫീസർ ബി. ഷാബിയുടെ മേൽനോട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി പി.കെ. സുബൈർ, എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയായി ടി. ബാലകൃഷ്ണൻ, എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി പി.വി. സുരേഷുമാണ് പത്രിക നൽകിയത്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ പി.കെ. സുബൈറിന് 17 വോട്ടും ടി. ബാലകൃഷ്ണന് 15, പി.വി. സുരേഷിന് 3 വോട്ടുകളും ലഭിച്ചു. ഇതോടെ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ പി.കെ. സുബൈറിനേക്കാൾ 1 വോട്ട് അധികം ടി. ബാലകൃഷ്ണനും പി.വി. സുരേഷിനും ചേർത്ത് ലഭിച്ചത് സാങ്കേതികമായി വിജയപ്രഖ്യാപനത്തിന് തടസ്സമായി. തുടർന്ന് ഏറ്റവും കുറഞ്ഞ അംഗങ്ങളുള്ള എൻ.ഡി.എയെ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കി രണ്ടാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടത്തി. ഈ തെരഞ്ഞെടുപ്പിൽ പി.കെ. സുബൈറിന് 17 വോട്ടും ടി. ബാലകൃഷ്ണന് 15 വോട്ടുകളും ലഭിച്ചു. എൻ.ഡി.എ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്തു. തുടർന്ന് വരണാധികാരി ബി. ഷാബി പി.കെ. സുബൈറിനെ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തതായി പ്രഖ്യാപിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയായ പി.കെ. സുബൈർ യൂത്ത് ലീഗ് ഉൾപ്പെടെ നിരവധി സംഘടനാ ചുമതല വഹിച്ചിരുന്നു. കെ. മുഹമ്മദ് ബഷീറാണ് പി.കെ. സുബൈറിന്റെ പേര് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. രൂപേഷ് കുട്ടുവൻ പിന്താങ്ങി. പ്രഖ്യാപനത്തിന് ശേഷം വരണാധികാരി ബി. ഷാബി മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തളിപ്പറമ്പ് നഗരവികസനത്തിന്, അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമത്തിന്, സമാധാനത്തിന്, സൗഹാർദ്ദത്തിനൊക്കെ ഊന്നൽ നൽകിക്കൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും, ആളുകളെയും, ഘടകങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ ഭരണസമിതി ആഗ്രഹിക്കുന്നത്. അതിന് എല്ലാവരുടെയും പിന്തുണയും അതുപോലെ തന്നെ സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും തളിപ്പറമ്പ് കേരളത്തിനൊരു മോഡലായി, ഒരു മോഡൽ നഗരമാക്കി മാറ്റാൻ ആവശ്യമായ ഒരുപാട് സങ്കല്പങ്ങൾ ഞങ്ങൾക്കുണ്ട്. അതിനനുസരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളെല്ലാവരുടെയും പിന്തുണ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകന്മാരുടെ, ജനങ്ങളുടെ, ഇവിടുത്തെ ജീവനക്കാരുടെ, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ, സന്നദ്ധ സേവന സംഘടനകളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.